ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ സോയാ സോസും, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ, അതായത് ബോൺലെസ് ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അത് ഇതേപോലെ നീളത്തിൽ, അധികം കനമില്ലാതെ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിവിടെ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കുന്നതിനും ഒരു 15-20 മിനിറ്റ് മുന്നായിട്ട് തണുപ്പ് മാറാനായിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. അതിനുശേഷം ഇത് ഓരോന്നായി എടുത്തിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ഇട്ടപ്പോൾ തന്നെ ഇത് തിരിച്ചിടാൻ നിൽക്കരുത്, കാരണം അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് പോരും. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഏകദേശമൊക്കെ ആയിന്ന് കാണുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം തന്നെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്, ഓരോന്നായി തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് കോട്ടിംഗ് ഒന്നും പോവാതെ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിൽ തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇത്ര ഓയിൽ ആവശ്യമില്ല, അതിൽ നിന്ന് കുറച്ച് ഓയിലൊന്ന് മാറ്റാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതിയാവും. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി എരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് നീളൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ഇതേപോലെ നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കളറിലും ചുവപ്പ് കളറിലൊക്കെയുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാപ്സിക്കൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും. പിന്നെ നമ്മൾ ചിക്കനെല്ലാം ഇട്ട് ഇളക്കി വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് വാടി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കളർ ചേർത്തത്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം സോയ സോസിൽ കുറച്ച് ഉപ്പുള്ള കാരണം പിന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് എരിവും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. അതുകൊണ്ട് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി വിതറി കൊടുത്തിട്ട്
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ആ ബോൺലെസ് പീസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മിസ് ചെയ്യാതെ കാണാം. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.